Hello? Hi, Sona. Where have you been? Good morning. Hello? Hello? Sona. എവിടെ എത്തി? Hello? ഹലോ? ഹലോ രഞ്ജു, ഗുഡ് മോർണിംഗ്. ഞാനിവിടെ KSRTC ബസ് സ്റ്റേഷൻ അടുത്തുണ്ട്. എൻ്റെ ഫോണിൽ ചാർജ് ഡൗണാ. അതാ ഞാൻ ടാബിൽ യാഹൂല് വന്നത്. ഇനി ഞാൻ എങ്ങനെ ഇവിടെ എത്തും? സോണ ഒരു കാര്യം ചെയ്, അവിടെ തന്നെ വെയിറ്റ് ചെയ്. റിസോർട്ടിലെ ജീപ്പ് ഞാൻ അയക്കാം. വെഹിക്കിളിന്റെ നമ്പറും ഡ്രൈവറിന്റെ നമ്പറും ഞാൻ SMS ചെയ്യാം. ഓക്കെ? ശരി. ഒരു 15 minutes അവിടെ എത്തും. ഓക്കെ രഞ്ജു. ഓക്കെ. ഓക്കെ. എന്താ സാർ വിളിച്ചത്? ഞാൻ വിളിച്ചതെന്ന് വെച്ചാലേ, എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്. അവരെ ജീപ്പ് അയച്ച് പിക്ക് ചെയ്യണം. ശരി സാർ. KSRTC ബസ് സ്റ്റേഷന്റെ അവിടെ വെയിറ്റ് ചെയ്യും. ഓ ശരി. ആളെ കണ്ട എങ്ങനെ തിരിച്ചറിയും സാർ? ആളെ ഞാനും കണ്ടിട്ടില്ല. ഞാൻ ഫോൺ നമ്പർ തരാം. ഒരു പെൺകുട്ടിയാ. ഡ്രൈവറിന്റെ അടുത്തോടത്ത് വിളിക്കാൻ പറഞ്ഞാൽ മതി. ശരി ശരി. കേട്ടോ? ഓക്കെ. ശരി സാർ. Thank you. Excuse me. Yes. One Mr. Renju's room ഏതാ? Just a minute. Okay. You can go this way. This way? Yeah. Okay, thanks. Hey, what are you doing? Who are you? Are you crazy? Hey, വീഡിയോ കോൾ കണ്ട പോലെയല്ല. You are naughty. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞു. ഒരു ക്രാഷ് ഓപ്പണിംഗ്, അതിലൊരു രസമുണ്ടോ? അതങ്ങനെ മായാതെ മനസ്സിൽ നിൽക്കും. A small fun. പോവാം. എന്ത് രസം ഇവിടെ കാണാൻ. നല്ല ക്ലൈമറ്റും. Really? കൊള്ളാം എന്തായാലും. Wow. കുളിച്ചില്ലേ? ഇല്ല. ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചാൽ മൊത്തത്തിലൊന്ന് ഫ്രഷ് ആവുകയും ചെയ്യാം. ആ ഡാം ഫീൽ പോവുകയും ചെയ്യും. രാത്രി കുളി എനിക്കിഷ്ടം. ഞാൻ രണ്ടു നേരം കുളിക്കും. മനസ്സിൽ പാപം തോന്നുമ്പോ കുളിക്കാൻ തോന്നും. ഇത് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഞങ്ങളുടെ മാറ്ററിനെ കുറിച്ച്. ഒരു ഓൾഡ് സ്പിൻസ്റ്റർ, പക്ഷെ പരദൂഷണത്തിന്റെ കാര്യത്തിൽ പുള്ളിക്കാരി മാർപ്പാപ്പയാ. മഴ കാണണമെങ്കിൽ കേരളത്തിൽ വരണം. ഇപ്പൊ കേരളത്തിൽ രക്ഷയില്ല. കേരളത്തിൽ എവിടെയാണ് സോണയുടെ വീട്? ചാറ്റിങ്ങിൽ 2 തവണ ഞാനിത് പറഞ്ഞതാ.
ഇനി പറയില്ല. ഒന്ന് ഓർത്ത് നോക്ക്. പാവച്ച സ്ഥലമല്ലേ? പത്തിരി മറിച്ചി പത്തിരിപ്പാലം. ടെക്സ്റ്റ് ചാറ്റിങ്ങിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും സ്വപ്നം കാണുന്ന രണ്ട് തലകൾ മാത്രം. സബ്ജക്ട് ചത്ത മീൻ പോലെ പൊങ്ങിക്കിടക്കും. രഞ്ജുന്റെ വൈഫിന്റെ പേരെന്താ? ദിയാലക്ഷ്മി. ഏയ്, ക്യൂട്ട് നെയിം. കാണാനും ക്യൂട്ടാണോ? ഈ ഹൈ റേഞ്ചിലെ മണ ഫേസ്ബുക്കിലെ പിള്ളേരെ പോലെ തന്നെയാലേ. ഭയങ്കര നോട്ടിയും ക്രൂക്ഡും. ഹലോ, ഞാൻ മീറ്റിംഗിലാണ്. ഫ്രീ ആയാൽ വിളിക്കാം. ടേക്ക് കെയർ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ രൺദീപ് അല്ലേ? അതെ. എന്നെ മനസ്സിലായോ? എനിക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഗോപികൃഷ്ണൻ. ഗോപികൃഷ്ണൻ? ഗോപി? ഞാൻ ഗ്രീൻ വ്യൂ അപ്പാർട്ട്മെന്റിലാണ് താമസം. ഒരിക്കലും എനിക്ക് നോർത്ത് സ്റ്റേഷനിൽ നിന്നും ലിഫ്റ്റ് തന്നിട്ടുണ്ട്. ഓ സോറി, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ഇറ്റ്സ് ഓക്കെ, ബൈ. ഓ, ഓരോരോ ശല്യങ്ങളെ. നമുക്ക് പോവാം. ഓക്കെ. രഞ്ജു, ഒരു മിനിറ്റ്, നമുക്ക് ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാം. ഞാൻ നേരത്തെ കണ്ടതാ, അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചതാ. ഓരോ കുരിശേ, അവന് വല്ല സംശയം തോന്നിയെന്തോ. അപ്പൊ കക്ക പിടിക്കാൻ പാടില്ലല്ലേ? അതെവിടത്തെ ന്യായം? മാരീഡ് അല്ലാത്തത് കൊണ്ട് എന്റെ പകുതി പോർഷൻ സേഫാ. പിന്നെ പ്രീ മാരേജ് ഡീറ്റെയിൽസിൽ ഇപ്പോഴത്തെ ജനറേഷൻ സ്റ്റബേൺ അല്ല. ഇനി ആയിട്ടും കാര്യമില്ല. മിക്കവാറും കൂർഗായിരിക്കും ഡെസ്റ്റിനേഷൻ. ഓ ഹലോ,
ആ, ഞാനിവിടെ ഉണ്ട്. ആ, 2-3 ദിവസമാവും. എന്തേ, നീ എവിടാ? ഓക്കെ, ഞാൻ രാത്രി വിളിക്കാം. ഉം? അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? നമ്മളിങ്ങനെ മൂലമറ്റത്തിൽ നിന്ന് പതുക്കെ പതുക്കെ മേലോട്ട് കേറി പോടാ മരത്തലയോ. സാർ ജോർജ് ഏട്ടനായിരുന്നു. ലഞ്ച് ഇവിടെ ഉണ്ടാക്കണോ അതോ റെസ്റ്റോറന്റിൽ നിന്ന് വാങ്ങണോ? ജോർജ് ചേട്ടൻ എവിടെയോ കണ്ട മുഖപരിചയം. ഞാനാരാണെന്ന് സാറിനറിയാം. അപ്പൊ ഇവിടുത്തെ സ്ഥിരം വിസിറ്ററാ അല്ലേ? മനുഷ്യനായല്ലേ ക്ഷമ വേണം. വിത്ത് പേഷ്യൻസ് ഗെയിൻ വിക്ടറി. ലവ് യുവർ സെൽഫ്. ഇതേ ഞാൻ പറയുന്നതല്ല, ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാ. രഞ്ജുന് മോൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? എന്തിനാ, ട്യൂഷൻ എടുക്കാനാ? കണ്ടില്ലേ, കൺട്രോൾ യുവർ സെൽഫ്. ബാഡ് ഓമൻ. നൈറ്റ്. Until then, wait. കള്ളൻ. പ്രൊഫൈലിൽ 25 വയസ്സ്. പിന്നെ അൺമാരീഡും 6 feet ഹൈറ്റും. 6 feet ഇല്ലെങ്കിലും 5 feet 9 ഉണ്ട്. 3 inch നുണയൊന്നും ഹാംഫുൾ ആവില്ല. ഓർക്കുഡിൽ നിന്റെ പഴയ പ്രൊഫൈല് കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാനത് വിശ്വസിക്കില്ല. മാരേജ്, ഏജ്, ഇതൊക്കെ ഒരു പരിധി വരെ വരും സങ്കല്പങ്ങള്. വോൺ ഔട്ട്. ഹലോ. ഇല്ല, സെമിനാറിന്റെ ഫസ്റ്റ് സെഷൻ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. നന്നായിരുന്നു, എസ്പെഷ്യലി അനീഷ് പാണ്ഡെ തീസസ്. ഓക്കെ ഓക്കെ, ഞാൻ വൈകിട്ട് വിളിക്കാം. രഞ്ജു, നിന്നെ സമ്മതിക്കണം. എത്ര റിയലിസ്റ്റിക് ആയിട്ട് നീ നുണ പറയുന്നത്. ഈ റോഡ് നേരെ തേനിക്ക്. നമുക്ക് വേണമെങ്കിൽ തേനിക്കൊരു ഡ്രൈവ് നടത്താം. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫാം ഹൗസ് ഉണ്ട് അവിടെ. ഇറ്റ് വുഡ് ബി എ മെമ്മറബിൾ ഹാങ് ഔട്ട്. നമുക്ക് ആലോചിക്കാം. ടൈമിങ്ങിനെ സ്ട്രെച്ച് ഔട്ട് ചെയ്ത് കിടക്കുകയല്ലേ. ഹലോ. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കണ്ട. ഇവിടെ നല്ല തണുപ്പാണ്. പെട്ടെന്ന് ഉറങ്ങണം. ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല. ഓക്കെ. ലക്ഷ്മി ഇപ്പൊ അവിടെ എന്തെടുക്കുക? ലെറ്റ്സ് തിങ്ക് അബൌട്ട് ദ തിങ്സ് അറൗണ്ട് us. നമുക്ക് ചുറ്റും നമ്മൾ മാത്രം മതി. ജോർജ് ചേട്ടന്റെ വീട് എവിടെയാ? പോവർട്ടിയോ? പോവർട്ടി അല്ല, പാവർട്ടി. ഗുരുവായൂരിന്റെ അടുത്താ. അപ്പൊ ജോർജ് ചേട്ടന്റെ ഫാമിലി? ഓ, ഫാമിലി ഇല്ല. ഭാര്യയും മകളും ഒളിച്ചോടി പോയി. അപ്പൊ ചേട്ടന്റെ ഫാമിലി ലൈഫ് ഒരു ട്രാജഡി ആയി പോയല്ലേ? ആ വഞ്ചകിയുടെ പേരെന്താ ചേട്ടാ? അല്ല, വഞ്ചകന്മാരായ ഭർത്താക്കന്മാരുടെയും വഞ്ചകിമാരായ ഭാര്യമാരുടെയും ഒരു ഡേറ്റ കളക്ട് ചെയ്യാനാ. മോളൊന്ന് പുറത്തിറങ്ങി നോക്കിയേ, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന്. ജോർജേട്ടാ, വേപ്പിലല്ലേ? ഉണ്ടല്ലോ. എവിടെ ജോർജേട്ടാ? എടുത്തിട്ടില്ലെന്നേ. ഇവിടെ വെച്ചിരുന്നാണല്ലോ, ഇത് ആരും എടുത്തു കൊണ്ടുപോയി. ഒരു സാധനം ഇനിയിപ്പോ തെരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.
ജോർജ് ഏട്ടൻ പോയി സംഘടിപ്പിച്ചിട്ട് വാ. ഉം. കിച്ചന്റെ ബാക്ക്ഡ്രോപ്പിൽ കാമുകയെ ചുറ്റിയെടുക്കുന്നതിന്റെ thrill. It's a quite fun. It's a quite exciting. ഇത് ആരെയും എടുത്ത് പുറത്ത് കളഞ്ഞ് ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അതിൽ തപ്പ വലിച്ചെറിഞ്ഞ് കളയും. നാശം. ഈ വേപ്പലാരാ പുറത്തേക്ക് കളഞ്ഞേ? സാധാരണ ഉപയോഗിച്ച ശേഷമാണ് പുറത്ത് കളയാറ്. ഇപ്പോ ഉപയോഗത്തിന് മുമ്പ് കളയാൻ തുടങ്ങി. ഇന്റർനെറ്റ് യുഗമല്ലേ കുട്ടി. അതിന്റെ മുകളിൽ കടയിരിപ്പുണ്ട്, ഒന്ന് എടുത്തു തരാമോ? ജോർജ് ഏട്ടൻ എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ തപ്പിയെടുത്ത് പെട്ടെന്ന് കല്യാണം കഴിക്കേ. അല്ലെങ്കിൽ തപ്പിയെടുത്താ മതി. കല്യാണം പിന്നെ നമുക്ക് സൗകര്യത്തോടെ നടത്താം. റൈറ്റ് സൈഡിൽ ഒരു പെണ്ണ് വേണം. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. നീ ക്യാമറയൊന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ലല്ലോ? ഉണ്ടെങ്കിൽ തന്നെ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യരുത്. FSIയിലും ഡബനേറിലും ഞാൻ സർഫ് ചെയ്യാറുണ്ട്. ചിലപ്പോ പരിചയമുള്ള ആരെങ്കിലും കണ്ടാലോ? പോടാ, നീ എന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യല്ലേ. ഓ യാ, ഇറ്റ്സ് എ ജോക്ക്. ഡ്രസ്സ് ഇവിടുന്ന് ചെയ്യൂ. പെണ്ണുങ്ങൾ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന കാണാൻ ഒരു പ്രത്യേക രസമാണ്. സ്വന്തം ഭാര്യയാണെ പോലും. എന്നാലും എനിക്കത് ഡിസ്കംഫർട്ട് ആവും. ഹലോ. ആ, ഭക്ഷണം കഴിച്ചു. കൂടെ കൃഷ്ണദാസുണ്ട്. മോൻ ഉറങ്ങിയോ? കഴിച്ചില്ലേ? ഓക്കെ, സ്വീറ്റ് ഹഗ്സ്. ഓക്കെ. രഞ്ജു വേണമെങ്കിൽ ഇവിടെ കിടന്നോളൂ, ഞാൻ പുറത്ത് സോഫയിൽ കിടന്നോളാം. വാട്ട് യു സേ? അപ്പുറത്ത് കിടക്കേ. നിനക്കത് പ്രാന്താ? ഇത്ര കിലോമീറ്റർ വന്ന് ഭക്ഷണം കഴിക്കാനാ? രഞ്ജു പ്ലീസ്, ഞാൻ സീരിയസാ. ഇന്ന് പറ്റില്ല. ഐ എം ഹെൽപ്ലെസ്. ഞാനൊരു പെണ്ണല്ലേ. മാസത്തിൽ എല്ലാ ദിവസവും ഒരു പെണ്ണിന് ആണിന്റെ കൂടെ കിടക്കാൻ പറ്റുമോ? 25, 26, 27, 28. നാളെ 29. ഓക്കെ. രഞ്ജു ഒരു കാര്യം ചോദിച്ചോട്ടെ? രഞ്ജുന്റെ ഡേറ്റിംഗിൽ എത്രാമത്തെ നമ്പറാ ഞാൻ? 8th one. 9th one and a pipeline. ഒന്നും നിന്നോളം വരില്ല. നല്ല ഫ്ലാറ്ററിങ്, കേൾക്കാൻ നല്ല സുഖമുണ്ട്. ഓരോന്നോരോ ആലിയൻസ് അല്ലേ. സിമ്പിൾ, ഈസിലി ഫോർഗെറ്റിംഗ്. എന്റെ ഫിലോസഫിയിൽ ലൈഫ് സിപ്പ് ചെയ്യണം. കോക്ടെയിൽ ഡ്രിങ്ക് പോലെ. ഡിഫറെന്റ് ഫ്ലേവർ. Neither eat up, nor drink. Just sip. എന്റെ ഒരു ഫ്രണ്ടിന്റെ ബ്ലോഗിലേക്ക് ഒരു ഫീച്ചർ ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഷാറ്റർ ചെയ്യുന്ന ഫാമിലീസ്. രഞ്ജുന്റെ കേസ് റെഫർ ചെയ്താ പുള്ളിക്ക് ഒരുപാട് ഡേറ്റ കിട്ടും. എന്റെ ലൈഫ് ഈ ട്രാക്കിന്റെ പാരലായി സ്മൂത്തായി മൂവ് ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും തട്ടി നിൽക്കും എന്നെങ്കിലും. നിനക്ക് കരുനാക്കില്ലല്ലോ. ഗുഡ് നൈറ്റ്.
ജോർജേട്ടാ, ആ ആ പെൺകുട്ടി പോയോ? ആ കുട്ടി പോയല്ലോ. ഹലോ ഹലോ. മിസ്റ്റർ രഞ്ജു, എന്റെ അസൈൻമെന്റ് കഴിഞ്ഞു. നിങ്ങളുടെ വൈഫ് ലക്ഷ്മിക്ക് വേണ്ടി സ്പൈ ചെയ്യാനാണ് ഞാനിവിടെ വന്നത്. നിങ്ങൾ നന്നായി കോപ്പറേറ്റ് ചെയ്തു. പിന്നെ എന്റെ പേര് സോന എന്നല്ല, എന്റെ യഥാർത്ഥ പേര് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് മൈ ബിസിനസ്. ഗുഡ് ബൈ, ഗുഡ് ലക്ക്. ഹലോ. ഞാൻ 1-2 പ്രാവശ്യം വിളിച്ചില്ലേ? വാട്ട് ഹാപ്പൻ? ഊട്ടിയിൽ നിന്ന് തിരിച്ചില്ലേ? ഡ്രൈവ് സൂക്ഷിച്ചു വേണം. ഹൈ റേഞ്ച് ആസ്വദിക്കാൻ വിൻഷീൽഡ് ഓപ്പൺ ആക്കി വെക്കരുത്. കാറ്റടിച്ച് വല്ല അസുഖം വരും. മോനെ ടെമ്പറേച്ചർ അല്പം കൂടുതലാ. ഹീസ് അപ്സെറ്റ്. ഞാനിന്ന് ലീവ് ആക്കിയാലോ എന്ന് ആലോചിക്കുക. യാത്രയിൽ ഒറ്റയ്ക്കാ. ടേക്ക് കെയർ. ബൈ ബൈ.